നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇല്ലാത്ത ലൈംഗിക ആരോപണം പോലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവ നേതാക്കന്മാരെ തകർക്കാനുള്ള ശ്രമം CPM-ലെ സഖാക്കന്മാർ ചെയ്യുമ്പോൾ CPM നടത്തുന്ന കപട ഭക്തിയെക്കുറിച്ച് അതിനെ തുറന്നുകാട്ടി തിരിഞ്ഞടിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലുമെല്ലാം. എന്തായാലും തനിക്കെതിരെയുള്ള ലൈംഗികാരോപണ ആരോപണത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞ ഷാഫി പറമ്പിൽ ഇപ്പോഴിതാ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയും ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റും വടകര MP-യുമായിട്ടുള്ള ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയ കാപട്യമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭരണം നിലനിർത്താൻ സംസ്ഥാനത്ത് CPIM പ്രത്യയശാസ്ത്രം കാറ്റിൽ പറത്തിയെന്നാണ് കുറ്റപ്പെടുത്തൽ. ജനം കൈവിട്ടപ്പോൾ ഭക്തരെ കൂട്ടുപിടിക്കുകയാണ് ലക്ഷ്യമെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ UDF നിയോജക മണ്ഡലം നടത്തിയിട്ടുള്ള ജനമുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഇങ്ങനെയൊരു കാര്യം പരാമർശിച്ചത്. കൂത്തുപറമ്പിലെ വികസന മുരടിപ്പിനെതിരെയാണ് ജനമുന്നേറ്റം നടത്തേണ്ടതെന്നും പാനൂർ താലൂക്ക് ആശുപത്രി സർക്കാർ കടലാസിൽ ഒതുക്കി കളഞ്ഞു എന്നും അദ്ദേഹം ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടി. അതേസമയത്ത് തുടക്കത്തിൽ ഇങ്ങനെയൊരു പരിപാടി നടത്താൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു അഭിപ്രായം പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും പരിപാടി നടന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് CPM-ന്റെ കാപട്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. കപടഭക്തി പരിവേഷക്കാരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒന്നായിരുന്നു ആ ഒരു രാഷ്ട്രീയ ദൗത്യമായിരുന്നു ഇതൊക്കെ ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അയ്യപ്പ സംഗമം നടന്നതിനു ശേഷം പറഞ്ഞിരുന്നത്. അയ്യപ്പ സംഗമം 7 നിലയിൽ പൊട്ടിയെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ഒരു മന്ത്രി കോൾമയർ കൊള്ളുന്നത് എങ്ങനെയാണ്? UDF ഭരണകാലത്ത് ഇങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ CPM-ലെ പ്രചാരണം? വിദ്വേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകളെ അഭിനന്ദിച്ച് വേദിയിലേക്ക് കൊണ്ടുവന്ന് എന്ത് സന്ദേശമാണ് ഇതിലൂടെ CPM കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. കേരളത്തിൽ BJP-ക്കും വർഗീയ ശക്തികൾക്കും ഇടം നൽകുന്ന പരിപാടിയാണ് CPM നടത്തിവരുന്നത് എന്നും ആരോപിച്ചു. BJP യാത്ര ചെയ്യുന്ന അതേ വഴിയിലൂടെയാണ് CPM യാത്ര ചെയ്യുന്നത്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ കൂട്ടുകാരൻ തന്നെയാണ്. ആ കൂട്ടുചേർന്ന് പോകട്ടെ, ഈ വർഗീയവാദത്തെ പൊളിച്ചു കാട്ടുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതികരണം. അതേസമയത്ത് UDF-ന് പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ മുന്നിലേക്ക് 3 ചോദ്യങ്ങൾ കൂടെ പ്രതിപക്ഷ നേതാവ് ഇട്ടിരുന്നു. 10ാം വർഷത്തിൽ പെട്ടെന്ന് എവിടെ നിന്നുണ്ടാണ് ഈ ഒരു അയ്യപ്പ ഭക്തി ഉണ്ടായത് എന്നും കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാകുമോ എന്നും നാമജപ ഘോഷയാത്രകൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ സാധിക്കുമോ എന്നുമുള്ള 3 ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും 10ാമത്തെ വർഷം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പൊതുജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് VD സതീശൻ പ്രതികരിച്ചു. അതേസമയം NSS-ന്റെ ഒരു നിലപാട്, അതായത് അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം NSS പൂർണ്ണമായിട്ടും CPM-നെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പ്രതികരണം, CPM സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. ആ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രകാരം NSS-ഉമായിട്ടോ SNDP-യുമായിട്ടോ യാതൊരു തർക്കവുമില്ല എന്നും അവർ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിൽ ഞങ്ങൾ വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല എന്നുമാണ് പറഞ്ഞത്. സമദൂര സിദ്ധാന്തമാണ് അവരുടേത്, വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. NSS-ഉമായിട്ട് യാതൊരു തെറ്റിദ്ധാരണയുമില്ല. NSS അടക്കമുള്ള സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനവും എടുക്കാനെന്നും ഞങ്ങൾക്ക് അതിൽ ഒരു പരാതിയുമില്ല എന്നുമാണ് പറഞ്ഞത്. ആര് വർഗീയത പറഞ്ഞാലും UDF അതിനെ എതിർക്കും എന്നുള്ളതാണ് പോളിസി. അതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കും. അതേതരം മൂല്യങ്ങളെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി വിറ്റ് കാശാക്കാനില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിലെ പഴയ തലമുറയും പുതിയ തലമുറയും മതേതര നിലപാടിന്റെ കൂടെ നിൽക്കുന്നവരാണെന്നും CPM എത്ര കാലം മുസ്ലിം ലീഗിന്റെ പുറകെ നടക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു. ലീഗിന്റെ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ തീവ്രവാദ സ്വഭാവമുള്ള INL-ന്റെ ഒപ്പം കൂടിയിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ UDF-നെ മതേതരത്വം പഠിപ്പിക്കാൻ വരുന്നത് എന്നുള്ള ഒരു പരിഹാസവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേസമയത്ത് CPM-നെ സംബന്ധിച്ച് ഈ പ്രതിരോധത്തിലാക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം മാത്രമല്ല. അതേസമയം
പിണറായി വിജയന്റെയും വാസവന്റെയും പടം വെച്ചാണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്നും അയ്യപ്പന്റെ പടം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പരിഹാസം കൂടെ ഉണ്ടായിരുന്നു. പാർലമെന്റിന്റെ തിരഞ്ഞെടുപ്പ് വരെ CPM ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നും ഇപ്പോൾ അത് ഭൂരിപക്ഷ പ്രീണനം നടത്താനുള്ള ശ്രമമാണ് എന്നുമാണ് ഈ വിഷയത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വിഷയം. അതേസമയത്ത് CPMനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം മാത്രമല്ല, മറ്റൊരു വിഷയം കൂടെയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മന്ത്രി സജി ചെറിയാൻ അമൃതാനന്ദമയിയെ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നത്, വൈറലായത്. അത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വീണ്ടും വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും CPM സഖാക്കന്മാർ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു പരാമർശം പുറത്തു വരികയും ചെയ്തു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതിരോധത്തിലായ CPI സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അമൃതാനന്ദമയിയെ ആശ്ലേഷിച്ച സംഭവം മന്ത്രി സജി ചെറിയാനോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തടി ഊരുക എന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം നടത്തിയിരിക്കുന്നത്. സജി ചെറിയാൻ അമൃതാനന്ദമയിയെ ആശ്ലേഷിക്കുന്ന ചിത്രം കണ്ടിട്ടില്ല എന്നും വിഷയത്തിൽ സജി ചെറിയാൻ തന്നെ മറുപടി പറയേണ്ടതുണ്ട് എന്നും ഇത്തരം വിഷയങ്ങൾ LDFൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുമാണ് ബിനോയ് വിശ്വം പറയുന്നത്. LDF യഥാർത്ഥ വിശ്വാസികളെ സ്വീകരിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇതിലും CPIക്ക് കൃത്യമായ നിലപാടുണ്ട് എന്നാണ് ഇതിനുശേഷം ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. മതങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്, മതഭ്രാന്തിനൊപ്പം നിൽക്കില്ല എന്ന് മാത്രമാണുള്ളത്. മതഭ്രാന്തിനോട് മുട്ടുകുത്തില്ല എന്ന് ബിനോയ് വിശ്വം ഈ അവസരത്തിൽ പ്രതികരിച്ചു. ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ടുള്ള NSS നിലപാടിലും ബിനോയ് വിശ്വം പ്രതികരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷമാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ അവർ അത് പറയട്ടെ എന്നും ഇത് പോസിറ്റീവായിട്ട് കാണേണ്ടതാണ് എന്നും തങ്ങൾ അവരെ കാണുന്നത് ശത്രുക്കൾ ആയിട്ടല്ല എന്നും NSSനോടുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മന്നത്ത് പത്മനാഭന്റെ ആദർശം ഉയർത്തിപ്പിടിക്കുന്നവരെ NSS നിലപാട് ശരിയെന്ന് പറയുമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അമൃതാനന്ദമയിയെ ആദരിച്ച സംഭവത്തിൽ സർക്കാരിനും മന്ത്രി സജി ചെറിയാനുമെതിരെ എന്തായാലും മറുവശത്ത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം, വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോൾ. ഐക്യരാഷ്ട്ര സഭ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് അമൃതാനന്ദമയിയെ ഈ സംസ്ഥാന സർക്കാർ ആദരിച്ചിരുന്നത്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലായിരുന്നു ചടങ്ങ് നടത്തിയത്. അമൃതാനന്ദമയിയുടെ 72ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു അത്തരമൊരു ആദരവ് നൽകിയത്. സർക്കാരിന്റെയും മന്ത്രിയുടെയും നടപടിയിൽ സോഷ്യൽ മീഡിയയിൽ കനത്ത വ്യാപക വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സംവിധായകൻ പ്രിയനന്ദൻ, മുതിർന്ന CPIM നേതാവ് P ജയരാജന്റെ മകൻ ജെയിൻ രാജ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ പോലും അലോസരമുണ്ടായി എന്നുള്ള സൂചനയാണ്. മന്ത്രി സജി ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയും വ്യാപകമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ആകെ മൊത്തം കേരളത്തിലെ വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് വിശ്വാസം എന്നുള്ള ഒരു ആയുധം കയ്യിൽ വെച്ചുകൊണ്ട് പുതിയൊരു ഇലക്ഷൻ നേരിടാം എന്നുള്ളൊരു തന്ത്രത്തിലാണോ ഇടത് നേതാക്കന്മാർ എന്നുള്ളൊരു സംശയമാണ്. ഇത്തരത്തിൽ പല വിവാദങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. എന്തായാലും ജനങ്ങൾ ഇതിനൊക്കെ വിലയിരുത്തും. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരായിട്ട് മാറുന്നത്.